കാസർഗോഡ് പെരിയയിൽ വ്യാപക ആക്രമണവുമായി കോൺഗ്രസ്. CPIM ഓഫീസുകളും വായനശാലകളും പാർട്ടി പ്രവർത്തകരുടെ വീടുകളും സ്ഥാപനങ്ങളും തല്ലിത്തകർത്തു. 5 കോടിയുടെ നഷ്ടമെന്ന് P. കരുണാകരൻ MP. അക്രമബാധിത മേഖലകളെ സന്ദർശിക്കാനെത്തിയ P. കരുണാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ കോൺഗ്രസുകാർ തടയാൻ ശ്രമിച്ചു. നേതാക്കൾക്ക് നേരെ അസഭ്യവർഷവും ചൊരിഞ്ഞു. വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുന്നു. സണ്ണി, പ്രാദേശികമായുണ്ടായ ചില സംഭവങ്ങളെ തുടർന്ന് ഗുരുതരമായ ആക്രമണമാണ് CPIM-ന് നേരെ കോൺഗ്രസ് നടത്തിവരുന്നത്. ഇന്നത് P. കരുണാകരൻ വിശദീകരിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് അവിടുത്തെ സംഭവവികാസങ്ങൾ? അജിംഷാദ്, ഇന്നാണ് CPM-ന്റെ നേതാക്കൾ കല്യോട്ട് മേഖലയിൽ P. കരുണാകരൻ MP-യുടെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണ മാസ്റ്റർ, മുൻ MLA-മാരെ KP സതീഷ് ചന്ദ്രൻ, KV കുഞ്ഞിരാമൻ, ഇപ്പോഴത്തെ MLA K. കുഞ്ഞിരാമൻ, M. രാജഗോപാലൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കള് കല്യോട്ട് മേഖലയിലാണ് സന്ദർശിക്കുന്നത്. പെരിയയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ കിഴക്കോട്ട് മാറിയുള്ള മേഖലയാണ്. കോൺഗ്രസിന്റെ സ്വാധീന മേഖലയാണ്. ഇവിടെ ഇത്രയും ദിവസങ്ങളിൽ CPM നേതാക്കൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. ജില്ലാ ഭരണകൂടത്തെയും പോലീസിനെയും അറിയിച്ചാണ് നേതാക്കൾ ഇന്ന് പോയത്. അവിടെ എത്തിയപ്പോൾ കല്യോട്ട് വെച്ചിട്ട് CPM നേതാക്കളെ P. കരുണാകരൻ MP ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടയുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ പോലീസ് ഇടപെട്ട് അത് നടന്നില്ല. അസഭ്യവർഷം തുടങ്ങിയും നേതാക്കളെ അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് 10-30ഓളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വം നടന്നത്. അത് കഴിഞ്ഞ് ഈ പ്രദേശത്തിനടുത്തുള്ള വീടുകൾ സന്ദർശിച്ചു. CPM-ന്റെ പ്രവർത്തകരുടെ അനുഭാവികളുടെ കടകൾ തീയിട്ട് നശിപ്പിച്ചതും വീടുകൾ കൊള്ളയടിച്ച് 2 ലക്ഷം രൂപ വരെ ഒരു വീട്ടിൽ നിന്ന് കൊള്ളയടിച്ച സംഭവം ഉണ്ടായി. 16.5 പവൻ സ്വർണം വരെ മറ്റൊരു വീട്ടിൽ നിന്ന് കൊള്ളയടിച്ചിട്ടുണ്ട്. അതുപോലെ പാർട്ടി ഓഫീസ് കല്യോട്ടെയും എച്ചിലടുക്കത്തെയും പെരിയയിലെയും പാർട്ടി ഓഫീസുകൾ, മറ്റ് വീടുകൾ, ഇതെല്ലാം വാഹനങ്ങൾ, ഇതെല്ലാം നേതാക്കൾ സന്ദർശിച്ചു. പിന്നീട് തിരിച്ച് വീണ്ടും കല്യോട്ട് വഴി വരുമ്പോൾ വീണ്ടും ഇതുപോലെ സംഘർഷം സൃഷ്ടിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുകയുണ്ടായി. പിന്നീട് മാധ്യമപ്രവർത്തകരെ കണ്ട P. കരുണാകരൻ MP ഈ പ്രദേശത്ത് കോൺഗ്രസിന്റെ ഭീകരത നിലനിൽക്കുകയാണെന്നും സഞ്ചാര സ്വാതന്ത്ര്യം നിശ്ചയിക്കുന്ന നിലയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടു. ഏതാണ്ട് 5 കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഗ്രന്ഥാലയങ്ങളും പാർട്ടി സ്ഥാപനങ്ങളും ഓഫീസുകളും വീടുകളും വാഹനങ്ങളും നശിപ്പിച്ചത് മൂലം ഉണ്ടായിട്ടുണ്ട്. ഈ നഷ്ടങ്ങളെല്ലാം അക്രമികളിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്നും ഒരു അക്രമിയെ പോലും ഇതുവരെയും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. കാരണം അവരിപ്പോഴും കൊലവിളി നടത്തി പെരിയയിൽ വിഹരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിന്റെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും P. കരുണാകരൻ MP ആവശ്യപ്പെടുകയുണ്ടായി. സണ്ണി, ഇക്കണക്കിന് നേരത്തെയും, അതായത് പീതാംബരന്റെ കുടുംബം അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഈ പീതാംബരന്റെ കൈ അടക്കം അടിച്ച് ഒടിക്കുകയും അത് കയ്യിൽ സർജറി നടത്തി കമ്പിയിടേണ്ട അവസ്ഥ വന്നു. ആ രീതിയിൽ ഗുരുതരമായ ആക്രമണമാണ് കോൺഗ്രസ്സുകാരിൽ നിന്നുണ്ടായതെന്ന്. യഥാർത്ഥത്തിൽ ഇത് നേരത്തെ തന്നെ തുടങ്ങിയതാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഹേതുവായത് ഈ കോൺഗ്രസിന്റെ ഈ ആക്രമണം തന്നെയായിരുന്നു പ്രദേശത്ത്. തീർച്ചയായിട്ടും അജിംഷാദ്, കോൺഗ്രസിന്റെ പരമ്പരാഗതമായ ഒരു സ്വാധീന മേഖലയാണ്. പൊതുവെ പെരിയ ഗ്രാമപഞ്ചായത്ത് പരമ്പരാഗതമായി കോൺഗ്രസിന് സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലമാണ്. പിന്നീട് കഴിഞ്ഞ 10-20 വർഷക്കാലമായിട്ട് ഇതിന് മാറ്റം വന്നു. ഉദുമ അസംബ്ലി മണ്ഡലം LDF പിടിച്ചെടുത്തതിനെ തുടർന്ന് ആ സ്ഥിതിവിശേഷത്തിൽ മാറ്റമുണ്ടായി. ഇന്ന് ആ നിലയിലുള്ള സ്വാധീനം കല്യോട്ടിലേക്ക് കോൺഗ്രസിന്റെ സ്വാധീനം പരിമിതപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അവിടെ കുറച്ച് അക്രമി സംഘത്തെ വളർത്തിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ എല്ലാം തുടർച്ചയായിട്ടാണ് നിരന്തരമായി CPM പ്രവർത്തകരുടെ സ്ഥാപനങ്ങൾ, കടകൾക്ക് നേരെ ആക്രമണം, പ്രവർത്തകരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇവിടെ പാർട്ടി ഓഫീസിന് നേരെ പലതവണ ആക്രമണം ഉണ്ടായി. ഇതിന്റെ എല്ലാം തുടർച്ചയായിട്ടാണ് പിന്നീട് പീതാംബരനെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ആക്രമിച്ച് അദ്ദേഹത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൈ ഇരുമ്പ് ദണ്ടുകൊണ്ട് അടിച്ച് ഒടുക്കി. പിന്നീട് 3 ആഴ്ചയോളം അദ്ദേഹം മംഗലാപുരത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മറ്റു പാർട്ടി പ്രവർത്തകർക്കും ആക്രമണത്തിൽ പരിക്കുണ്ടായി. ഇതിന്റെ എല്ലാം പ്രതികാരം എന്ന നിലയിലായിരിക്കാം പീതാംബരൻ ഈ പ്രവർത്തകർക്കെതിരെ തിരിഞ്ഞത് എന്ന്. ശരിയാണ്, തെറ്റായ ഒരു കാര്യമാണ് എങ്കിൽ പോലും, നിയമം കയ്യിലെടുക്കുന്ന തെറ്റായ ഒരു കാര്യമാണെങ്കിൽ പോലും പീതാംബരന്റെ കുടുംബം പറഞ്ഞത്, പീതാംബരൻ അടക്കം പറഞ്ഞത് സാധൂകരിക്കുന്ന സംഭവവികാസങ്ങളാണ്, ആക്രമണങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. ഇപ്പോഴും അത് തന്നെ തുടരുന്നു. ദൃശ്യങ്ങൾ അടക്കം വ്യക്തമാകുന്നു. സണ്ണി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഒപ്പം സണ്ണി, മറ്റു ചില കാര്യങ്ങൾ കൂടി. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ പെരിയയിൽ കൊല്ലപ്പെട്ട കോൺഗ്രസുകാരുടെ വീട് സന്ദർശിക്കുന്നതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ ഇദ്ദേഹത്തെ തടയുകയും കവിളിലടിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ചന്ദ്രശേഖരൻ മിനിസ്റ്റർ നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ തന്നെയാണ്. കാരണം സർക്കാരും CPM-ഉം എല്ലാം ഈ അക്രമത്തെ തള്ളിപ്പറയുകയും
ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ ഖേദം പഠിപ്പിക്കുകയും നിർഭാഗ്യകരമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ചന്ദ്രശേഖരൻ അവിടെ ചെല്ലുന്നത്. അദ്ദേഹം കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകൾ സന്ദർശിക്കുക, അവരുടെ മാതാപിതാക്കളെ അനുശോചനം അറിയിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് കൃപേഷിന്റെ വീട്ടിൽ വെച്ചാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അധിക്ഷേപ വാക്കുകളുമായി ചന്ദ്രശേഖരനെ നേരെ വന്നത്. ഈ സമയത്ത് ഒരു പ്രാദേശിക നേതാവ് ആ പ്രവർത്തകനെ ശാസിക്കുകയും അദ്ദേഹത്തിന്റെ കവിളിൽ അടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് പിന്നീട് കിട്ടുകയുണ്ടായി. അത് നമ്മൾ പീപ്പിൾ TV പുറത്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. ഈ മാത്രമല്ല, ഇവിടെ CPM നേതാക്കൾ പി കരുണാകരൻ MP ഉൾപ്പെടെയുള്ള നേതാക്കൾ മരിച്ചവരുടെ വീട്ടിൽ പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഈ സംഘർഷത്തിൽ വരുവാൻ ഇരു പാർട്ടികളുടെ നേതാക്കൾ പരസ്പരം ആക്രമണം നടന്ന സംഭവ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പ്രവർത്തകരെ അണികളെയും സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഒരു സംഘർഷാവസ്ഥ ഒഴിവാകും. ഇത് കണ്ണൂർ ജില്ലയിൽ വിജയകരമായി പരീക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ഇവിടെയും ആവർത്തിക്കാനുള്ള ശ്രമമാണ് CPM ശ്രമിച്ചത്. പക്ഷേ CPM നേതാക്കളുടെ അഭ്യർത്ഥന മാനിക്കുവാൻ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം DCC പ്രസിഡന്റ് അക്കിം കുന്നലിനുൾപ്പെടെ CPM ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മാസ്റ്ററും പി കരുണാകരൻ MPയും ബന്ധപ്പെട്ടിരുന്നു. ഇങ്ങനെയായിരുന്നെങ്കിൽ CPM നേതാക്കളെ പോകാൻ അനുവദിച്ചിരുന്നെങ്കിലും ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള അവസരങ്ങൾ സംഘർഷാവസ്ഥയിൽ അയവ് വരുത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, നിലനിർത്തുക, അത് തെരഞ്ഞെടുപ്പ് വരെ മുന്നോട്ട് കൊണ്ടുപോകുക, ഇലക്ഷനിൽ പോലും സ്വതന്ത്രമായ പ്രവർത്തനം തടസ്സപ്പെടുത്തുക, സംഘർഷം നിലനിർത്തുന്നത് ഒരു ആവശ്യമായി രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ നിലയിൽ കോൺഗ്രസ് നടത്തുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ശരി, സണ്ണി ജോസഫാണ് പെരിയയിലെ സംഭവവികാസങ്ങളെ കുറിച്ച് പറഞ്ഞത്, റിപ്പോർട്ട് ചെയ്തത്. പെരിയയിലും പരിസര പ്രദേശത്തും കോൺഗ്രസ് നടത്തിയ ആക്രമണങ്ങളിൽ 5 കോടിയുടെ നഷ്ടമെന്ന് പി കരുണാകരൻ MP. വ്യാപകമായി പൊതുമുതൽ നശിപ്പിച്ചു എന്നും പി കരുണാകരൻ പറഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ്. സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നുള്ളത് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. അത് വെച്ചുകൊണ്ട് ഇപ്പോൾ നാശനഷ്ടമുണ്ടായാൽ ഏതൊക്കെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കേസെടുക്കാമെന്ന് പോലീസിനോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയൊക്കെ ഈ കുഴപ്പമുണ്ടാക്കിയ ആൾക്കാർ, കേസിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത് നമ്മൾ പോകുന്ന സമയത്ത്. അത് പോലീസുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് വെച്ചുകൊണ്ട് ഇവിടെ നടന്നിട്ടുള്ള ഈ സംഭവം നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം, അതിൻ്റെ മേലെ നടന്നിട്ടുള്ള ഹർത്താൽ, അതുമായി ബന്ധപ്പെട്ട് കല്യോട്ടും പെരിയയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം വളരെ വളരെ ഭീകരമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. കാസർഗോഡ് കോൺഗ്രസ് ആണ് ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടി ഓഫീസ് തകർത്ത് നിരവധി പേരെ ആക്രമിച്ചു. എന്നാൽ കൊലയ്ക്ക് പകരം കൊല എന്ന നിലപാട് CPIM-ന് ഇല്ല എന്നും കോടിയേരി പറഞ്ഞു. ഇപ്പോൾ കാസർഗോഡ് ഉണ്ടായിട്ടുള്ള കൊലപാതകം, അവിടെ CPM-ന് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു പ്രദേശമാണ് ഈ സംഭവം നടന്ന സ്ഥലം. ഏതോ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് പാർട്ടി ഗ്രാമമാണ്. അങ്ങനെ നോക്കിയാൽ അത് കോൺഗ്രസിൻ്റെ ഗ്രാമമാണ്. കോൺഗ്രസ്സുകാർക്ക് ആ പ്രദേശത്ത് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളൂ. പക്ഷെ അവിടെ ഒരു പാർട്ടി ഓഫീസ് സ്ഥാപിച്ചു. അതുമുതലാണ് അവിടെ പ്രശ്നം ആരംഭിച്ചത്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിയുണ്ടായി. വീടുകൾ ആക്രമിച്ചു, പാർട്ടി ഓഫീസ് തന്നെ ആക്രമിച്ചു, ഈ ഓഫീസ് തന്നെ ആക്രമിച്ച് തകർത്തു. അതിനെ തുടർന്ന് കുറേ സംഘർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം 29-നാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പവിത്രേശ്വരത്ത് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ദേവദത്തനെ കോൺഗ്രസ്സുകാരാണ് വെട്ടിക്കൊന്നത്. CPM-ന്റെ ഭാഗത്ത് അവിടെ യാതൊരുവിധ പ്രതികാര നടപടി ഉണ്ടായിട്ടില്ല. തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ്സുകാർ 3 കോൺഗ്രസ്സുകാരെ വെട്ടിക്കൊന്നു. CPM-കാരല്ല കോൺഗ്രസ്സുകാരെ കൊന്നത്. തൃശ്ശൂരിൽ 3 കോൺഗ്രസ്സുകാർ തന്നെ കൊന്നു. UDF-നകത്ത് UDF-ലെ ഘടകകക്ഷികൾ മാത്രമല്ല ഇപ്പോൾ ഉള്ളത്. കേരളത്തിലെ ചില മാധ്യമ മേധാവികളും UDF-ലെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിക്കുകയാണ്. തൃശൂർ തലോർ തലവണിക്കരയിൽ CPIM പ്രവർത്തകന് വെട്ടേറ്റു. കാരാമ-വെരുത്തിയിൽ സന്തോഷിനാണ് വെട്ടേറ്റത്. CITU കാരാമ യൂണിറ്റ് സെക്രട്ടറിയാണ് സന്തോഷ്. ഗുരുതരമായി പരിക്കേറ്റ സന്തോഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണം നടത്തിയത് RSS പ്രവർത്തകരാണ്. വാർത്തകളിലേക്ക്. NSS-ഉമായി യാതൊരു ചർച്ചയുമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മാടമ്പികളുടെ പിന്നാലെ നടക്കേണ്ട ഗതികേട് ഇപ്പോൾ CPIM-നില്ല. NSS-ന്റെ മാടമ്പിത്തരം കയ്യിൽ വെച്ചാൽ മതിയെന്നും എല്ലാ സമുദായ സംഘടനകളിലെയും പാവപ്പെട്ടവർ LDF-നൊപ്പമാണെന്നും കോടിയേരി പറഞ്ഞു. മാടമ്പിമാരുടെ പിന്തുണയില്ലാതെ തന്നെ ഇടതുമുന്നണിക്ക് ജയിക്കാനാകുമെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു.
ഒരു സമുദായ സംഘടനയുടെയും പിന്തുണ ഞങ്ങൾക്കില്ലാത്ത സ്ഥിതി കേരളത്തിലില്ല. എല്ലാ സമുദായ സംഘടനകളിലെയും സാധാരണക്കാർ ഞങ്ങൾ കൂടെയാണ്. ചില സമുദായ സംഘടന നേതാക്കന്മാർ മാത്രമേ ഞങ്ങൾ എതിർക്കുന്നുള്ളൂ. എല്ലാ സമുദായ സംഘടനകളുടെയും സാധാരണക്കാരായ ജനങ്ങൾ, തൊഴിലാളികൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. NSS അനുനയിപ്പിക്കാൻ പോകേണ്ടെന്ന സ്ഥിതി, മാടമ്പികളുടെ പിന്നാലെ നടക്കേണ്ടുന്ന അവസ്ഥ CPM-നില്ല. അവരുടെ മാടമ്പിത്തരം മനസ്സിൽ വെച്ചാൽ മതി. വനാവകാശത്തിലെ സുപ്രീം കോടതിയിലെ സംസ്ഥാനത്തെ ആദിവാസികൾക്ക് ആശങ്ക വേണ്ടെന്ന് മന്ത്രി AK ബാലൻ. വിധിയെ ഉപയോഗിച്ച് ആദിവാസികളെ വനത്തിൽ നിന്നും ഇറക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ സർക്കാർ ശക്തമായി നേരിടും. വിധി ബാധിക്കുന്ന 894 ആദിവാസി കുടുംബങ്ങൾക്ക് സർക്കാർ ബദൽ സൗകര്യം ഒരുക്കുമെന്നും സർക്കാർ പറഞ്ഞു. AK ബാലൻ പറഞ്ഞു. മധുവിന്റെ കൊലപാതകത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പിന്മാറിയെന്ന വാർത്ത തെറ്റാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ഇപ്പോഴുള്ള സുപ്രീം കോടതി വിധി പ്രകാരം ഏതെങ്കിലും രൂപത്തിലുള്ള ആശങ്ക ആദിവാസികൾക്ക് ഉണ്ടാകേണ്ടതില്ല, ആരും ഉണ്ടാക്കേണ്ടതുമില്ല. പിന്നെ ഇതാണ് ഒരു നല്ല തണൽ എന്ന് കണക്കാക്കി ഏതെങ്കിലും ഫോറസ്റ്റുകാരന് ഒരു സുഖം തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നന്നാകുക. അതിനാരും മുതിരണ്ട, അത് ഗവൺമെൻറ് സമ്മതിക്കുകയില്ല. സുപ്രീം കോടതി വിധിപ്രകാരം എഫക്റ്റ് ചെയ്ത ഈ ആൾക്കാർക്കും ഞങ്ങൾ ഭൂമി കൊടുക്കും. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഒരു നിയമ ഭേദഗതി ആവശ്യമാണ്. അത് നിയമം ഭേദഗതി ചെയ്യണം. എല്ലാം പരിപൂർണമായിട്ടും തെറ്റായിട്ടുള്ള ഒരു പ്രചരണമാണ്. ഇതിൽ സ്പെഷ്യൽ കോർട്ട് ഞങ്ങൾ വെച്ചു. സ്പെഷ്യൽ കോർട്ടിൽ പ്രത്യേകമായിട്ടുള്ള വക്കീലുണ്ട്. ഇനി ആ പബ്ലിക് പ്രോസിക്യൂട്ടർ പോരാ, വേറെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വേണമെങ്കിൽ അത് എഴുതി തന്നു കഴിഞ്ഞാൽ പരിഗണിക്കാമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതാണ്. കോടിയേരി നയിക്കുന്ന LDF തെക്കൻ മേഖലാ ജാഥ ആലപ്പുഴ ജില്ലയിൽ 3-ാം ദിവസവും പര്യടനം തുടരുകയാണ്. ഇന്ന് പര്യടനം പൂർത്തിയാക്കി ജാഥ കോട്ടയം ജില്ലയിൽ പ്രവേശിക്കും. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജി, എന്തൊക്കെയാണ് ഇന്ന്, ഏതൊക്കെ മേഖലകളിലാണ് പര്യടനം നടത്തിയത്? ഒപ്പം ലഭിച്ച വരവേൽപ്പും? ജിംഷാദ്, ആലപ്പുഴ ജില്ലയിലെ പ്രൗഢോജ്വലമായിട്ടുള്ള സ്വീകരണമാണ് തെക്കൻ മേഖല ജാഥയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും 10,000-കണക്കിന് വരുന്ന സ്ത്രീകളടക്കമുള്ളവരാണ് ജാഥയെ വരവേൽക്കാനായിട്ട് മണിക്കൂറുകളും കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാവേലിക്കര, കായംകുളം, ഹരിപ്പാട്, ആലപ്പുഴ, അമ്പലപ്പുഴ മണ്ഡലങ്ങളിലായിരുന്നു ജാഥയ്ക്ക് സ്വീകരണം ലഭിച്ചത്. ഈ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വളരെയധികം സ്ത്രീകളുടെ പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിച്ചു. അത് ആദ്യഘട്ടത്തിൽ മണ്ണുകളിലെത്തിയപ്പോഴും സ്ത്രീജനങ്ങൾ ഏതാണ്ട് 4 മണിക്കൂറോളം ജാഥാക്യാറ്റിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി കാത്തിരുന്നു എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അത്തരത്തിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും, രാഷ്ട്രീയ പാർട്ടി, ഇടതുപക്ഷ പാർട്ടിക്കാരുടെ മാത്രമല്ല ബഹുജനങ്ങളുടെ ഒരു പങ്കാളിത്തവും നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് കാണാൻ സാധിച്ചു. ഏറ്റവും ഒടുവിലായിട്ട് അല്പം മുൻപ് കുട്ടനാട് മണ്ഡലത്തിലായിരുന്നു ഇടതുപക്ഷ ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. വളരെയധികം കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും അടക്കമുള്ള നിറഞ്ഞ സദസ്സിലായിരുന്നു കുട്ടനാട്ടിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. അദ്ദേഹം അത് പറയുകയും ചെയ്തു. കാരണം കുട്ടനാട്ടിലെ മുഴുവൻ ജനങ്ങളും പങ്കെടുത്ത ഒരു പ്രതീതിയായിരുന്നു നമുക്ക് വേദിയിൽ കാണാൻ സാധിച്ചത്. കാര്യം അത്രത്തോളം ജനങ്ങളാണ് കുട്ടനാട്ടിലെ ജാഥയ്ക്ക് സ്വീകരണം നൽകാനെത്തിയത്. കുട്ടനാട്ടിലെ ജനങ്ങളോടൊപ്പമാണ് എന്നും ഇടതുപക്ഷ സർക്കാർ എന്ന് അദ്ദേഹം ഉറപ്പു നൽകി. കാരണം അതുകൊണ്ട് കൂടിയാണ് മറ്റ് ജില്ലകളിൽ പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ചുവെങ്കിൽ പോലും കൂടുതൽ നാശനഷ്ടം സംഭവിച്ച കുട്ടനാട്ടിൽ സർക്കാർ വളരെയധികം മുൻഗണന നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. അക്കാലത്തും ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പും കോടിയേരി നൽകുകയുണ്ടായി. ഇനിയിപ്പോൾ അല്പസമയത്തിന് ശേഷം ചേർത്തല മണ്ഡലത്തിലും പിന്നീട് വൈകിട്ട് അരൂരിലുമാണ് ജാഥയ്ക്ക് സ്വീകരണം. അതിനുശേഷം ജാഥ കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കും. അജിൻഷാദ്. ശരി, ഷാജിയാണ് വിവരങ്ങൾ നൽകിയത്. കാനം രാജേന്ദ്രൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ ജാഥ കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. 3-ാം ദിവസത്തെ ആദ്യ സ്വീകരണം ഏലത്തൂർ മണ്ഡലത്തിലെ ചേളന്നൂരാണ്. ഇന്ന് വൈകിട്ട് കേരള സംരക്ഷണ യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കും. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നു. ലതീഷ്, ഇന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണോ? അജിംഷാദ്, വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര 3-ാം ദിവസവും കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. എലത്തൂർ മണ്ഡലത്തിലെ ചേളന്നൂരായിരുന്നു ആദ്യ സ്വീകരണം. ആവേശകരമായ സ്വീകരണമാണ് കോഴിക്കോട് ജില്ലയിൽ ജാഥയ്ക്ക് 3-ാം ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞാണ് ഇനിയിപ്പോൾ ജാഥാ പര്യടനം ആരംഭിക്കുക. പൂവാട്ടുപറമ്പ്, രാമനാട്ടുകര എന്നിവിടങ്ങളിലെ സ്വീകരണ ശേഷം യാത്ര കോഴിക്കോട് മുതലക്കുളത്ത് രാത്രിയോടെ സമാപിക്കും.
പാർട്ടിയിലെ തർക്കം തീർക്കാനാണ് BJP 4 ജാഥ നടത്താൻ തീരുമാനിച്ചതെന്ന് കാനം പരിഹസിച്ചു. 5 വർഷമായി കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത മോഡി സർക്കാർ 2000 രൂപ നൽകി എല്ലാം പരിഹരിച്ചുവെന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത് എത്ര പേർക്ക് ലഭിക്കുമെന്ന് കണ്ടറിയണമെന്നും കാനം പറഞ്ഞു. തുക ലഭിച്ചില്ലെങ്കിൽ കേന്ദ്രത്തോട് തന്നെ ചോദിക്കാൻ കർഷകർ തയ്യാറാകണമെന്നും ഇത് അവസാനം സംസ്ഥാന സർക്കാരുകളുടെ മേൽ വരുത്തി വെക്കുന്ന വലിയൊരു ബാധ്യതയായി മാറ്റാനാണ് കേന്ദ്രം ഇത്തരം ഒരു പദ്ധതി ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയത്ത് പ്രഖ്യാപിച്ചതെന്നും കാനം പറയുകയുണ്ടായി. മറ്റ് ജാഥ നേതാക്കളും ജാഥ അംഗങ്ങളും സ്വീകരണ കേന്ദ്രത്തിൽ സംസാരിച്ചു. ഉച്ച കഴിഞ്ഞ് മൂന്ന് സ്വീകരണങ്ങളാണ് വടക്കൻ മേഖലാ ജാഥയ്ക്ക് ഇന്നുള്ളത്. ഇന്ന് വൈകിട്ട് മുതലക്കുളത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ കോഴിക്കോട് ജില്ലയിലെ ജാഥയുടെ പര്യടനം പൂർത്തിയാക്കും. നാളെ വടക്കൻ മേഖലാ കേരള സംരക്ഷണ യാത്ര മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കും. ജിംഷാദ്. ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. വനാവകാശത്തിലെ സുപ്രീം കോടതി വിധിയിൽ സംസ്ഥാനത്തെ ആദിവാസികൾക്ക് ആശങ്ക വേണ്ടെന്ന് മന്ത്രി AK ബാലൻ. വാർത്ത കാണാൻ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. ഇന്ത്യ പാക് സംഘർഷം യുദ്ധ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതിനിടെ ശ്രീനഗറിലെ നിയന്ത്രണം അർദ്ധസൈനിക വിഭാഗം ഏറ്റെടുത്തു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് 100 കമ്പനി കേന്ദ്രസേനയെ വിമാനമാർഗം കശ്മീരിൽ വിന്യസിച്ചത്. വിഘടനവാദികൾ കൂട്ടത്തോടെ അറസ്റ്റിലാവുകയാണ്. ഹുറിയത്ത് നേതാക്കളെയും ജമാഅത്ത് ഓർഗനൈസേഷൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു. 45 കമ്പനി CRPF, 35 കമ്പനി BSF, SSB, ITBP എന്നീ 10 കമ്പനി വീതവും അർദ്ധസൈനിക വിഭാഗങ്ങളെയാണ് കാശ്മീരിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ വിന്യസിച്ചത്. വിമാനമാർഗമായിരുന്നു സേനാ നീക്കം. തലസ്ഥാനമായ ശ്രീനഗറിന്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്രസേന ഏറ്റെടുത്തു. വിഘടനവാദി നേതാവ് യാസിൻ മാലിക്കിനെ ശ്രീനഗറിലെ വസതിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. മറ്റൊരു വിഘടനവാദി നേതാവും ജമാഅത്തെ ഇസ്ലാമിയുടെ തലവൻ അബ്ദുൽ ഹമീദ് ഫയാസ് അടക്കമുള്ളവരും അറസ്റ്റിലായി. ഹുറിയത്തിന്റെയും ജമാഅത്തിന്റെയും നിരവധി പ്രവർത്തകരും ജമ്മുകാശ്മീർ പോലീസിന്റെ തടങ്കലിലാണ്. ഇത് പ്രതിഷേധത്തിന് ഇടയാക്കുമെന്നതിനാലാണ് സേനാ വിന്യാസമെന്ന് സർക്കാർ വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. കാശ്മീർ താഴ്വരയിലെ നിരവധി വീടുകൾ റെയ്ഡ് ചെയ്തു. നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തതിനെതിരെ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ട്വിറ്ററിലൂടെ പ്രതിഷേധമറിയിച്ചു. ഏത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് ചോദിച്ച മുഫ്തി വ്യക്തിയെ തടങ്കലിലാക്കാമെന്നും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ തടങ്കലിലാക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടി. 40 സൈനികരുടെ ജീവൻ നഷ്ടമായ പുൽവാമ സ്ഫോടനത്തിനു ശേഷം നിരവധി വിഘടനവാദി നേതാക്കളുടെ സുരക്ഷ ഇന്ത്യ പിൻവലിച്ചിരുന്നു. അതിർത്തിയിൽ ഇന്ത്യ സൈനിക നീക്കവും സജീവമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യ പാക് ബന്ധം അതീവ മോശമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രശ്നം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയാണ്. പാകിസ്ഥാന് നൽകി വന്ന $1.3 ബില്യൺ ഡോളറിന്റെ സഹായം നിർത്തിവെച്ചതായും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം പിടിച്ചെടുത്തതായി പാകിസ്ഥാൻ അറിയിച്ചു. മോസ്കും സെമിനാരിയും ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയം ഇന്നലെ രാത്രിയോടെ പിടിച്ചെടുത്തുവെന്നും പാക് വിദേശകാര്യ സെക്രട്ടറി ട്വീറ്റ് ചെയ്തു. പുൽവാമ സ്ഫോടനത്തിന് ശേഷം ഇതാദ്യമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാക് ബന്ധത്തെക്കുറിച്ച് പ്രതികരിച്ചത്. നിരവധി ജവാന്മാരുടെ ജീവൻ ഇന്ത്യക്ക് നഷ്ടമായി. ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം വളരെ അപകടത്തിലേക്കാണ് പോകുന്നത്. പ്രശ്നം പരിഹരിക്കാൻ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നു. പാകിസ്ഥാൻ അമേരിക്ക നൽകി വന്ന $1.3 ബില്യൺ സഹായം നിർത്തിവെച്ചതായും ട്രംപ് അറിയിച്ചു. That's right. No, it's a terrible thing going on right now between Pakistan and India is a very, very bad situation, and it's a very dangerous situation between the two countries. And we would like to see it stop. A lot of people were just killed, and we want to see it stopped. We're very much involved in that, yes, if that's what you're referring. അമേരിക്കയിൽ പാകിസ്ഥാൻ എംബസിക്ക് മുമ്പിൽ ഇന്ത്യക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയും തള്ളിപ്പറഞ്ഞതോടെ ജെയ്ഷെ മുഹമ്മദിനെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരായി. പാക് അധീന കാശ്മീരിൽ വരുന്ന ബഹാവാൽപൂരിലെ മോസ്കും സെമിനാരിയും ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയം സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കിയെന്ന് പാക് വിദേശകാര്യ സെക്രട്ടറി ട്വീറ്റ് ചെയ്തു. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായാണ് ഇതറിയപ്പെടുന്നത്. 650-ലേറെ വിദ്യാർത്ഥികളും 70 ഫാക്കൽറ്റികളും ഉൾപ്പെടുന്ന സെമിനാരിയുടെ പ്രവർത്തനത്തിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതേസമയം ജെയ്ഷെ തലവൻ മസൂദ് അസ്ഹർ എവിടെയാണെന്നതിനെക്കുറിച്ച് അറിവില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി.